ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് സ്മിത. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ സ്വദേശം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഖാദി ഭവനിലാണ്. ഇരിഞ്ഞാലക്കുട തന്നെയാണ്. അവിടെ സെയിൽസ് ഗേളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ്, 2 മക്കള്, മോള് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കണം, മോൻ 10ാം ക്ലാസ്സിൽ. ഇതാണ് എൻ്റെ കുടുംബം. പിന്നെ ഞാനൊരു കൂട്ടായ്മയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ വെച്ചാൽ സാധാരണ ഒരാളോട് സംസാരിക്കാനോ അവരുടെ മുമ്പിൽ നിന്ന് നിൽക്കാനോ മടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ. അപ്പോൾ അതുപോലത്തെ ഒരു കൺസെപ്റ്റായിരുന്നു ഞാൻ കൂട്ടായ്മയിലാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ഒരു ക്ലാസ് ആയിരുന്നു, ഞാൻ ആരാണ്, അതായിരുന്നു ചോദ്യം. അപ്പോൾ ഞാൻ ആരാണ്? ഞാൻ ഇന്നലെ വരെ ഒരു 0 ആയിരുന്നു കേട്ടാ. ഇന്ന് അങ്ങനെയല്ല. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു തോന്നല് അത് എൻ്റെ ഈ ഒരു കൂട്ടായ്മയിൽ വന്നോടുകൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അത് മറ്റുള്ളവർക്ക് അറിയൂ ഇല്ല. അപ്പോൾ അത് മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ തമാശയായിട്ട് കളയാം. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊരു തോന്നല് വന്നത് ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. അതോടുകൂടി എനിക്ക് നല്ലൊരു സന്തോഷം. പണ്ടത്തെ സ്മിതയല്ല ഇപ്പോൾ. സ്മിത പണ്ടേ മാറി. ഇപ്പൊ എല്ലാവരും പറയും സ്മിത മാറി. സ്മിത അന്നത്തേക്കാളും പല പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട്. എന്ന് വെച്ചാൽ മിണ്ടാനായി സംസാരിക്കാനായാലും ആ ഒരു മാറ്റം മുന്നിൽ വന്നത് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിലൂടെയാണ്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതില് ഞാൻ ആരാണ്, എനിക്ക് എന്താണ് ചെയ്യാൻ, എനിക്ക് ഇന്നലെ ഞാൻ ആരെയോ ആയിക്കോട്ടെ 0 പോലെയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ദൈവം എൻ്റെ തലയിലൊരു വര വരച്ചിട്ടുണ്ട് അല്ലേ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നീ അതൊക്കെ ചെയ്യണം, നിന്നെ കൊണ്ടേ അത് പറ്റൂ. ആ ഒരു തോട്ട് വന്നത് ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ്. അപ്പോൾ ഞാൻ മുന്നോട്ടാണ്. എല്ലാവരും എന്നോട് സഹകരിക്കുക, എനിക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.